ഇസ്ലാമിന്റെ ആശയം സ്ഥലത്തിനും സന്ദർഭത്തിനൊക്കെ ആയിട്ട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ നിയമമല്ല. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവർ വെളിയങ്കോട് ഖാദിയായി. അപ്പൊ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം കണ്ടിട്ട് അഥവാ വെളിയങ്കോട് മാസം കണ്ട വിവരം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റമദാൻ മാസം പ്രഖ്യാപിച്ചു. അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി. നേരെ ഇക്കരയാണ് പൊന്നാനി. ആ ഒരു പഴയുള്ളൂ. പൊന്നാനി ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. പൊന്നാനിയിലെ ഖാദി ഈ മാസം ഉറപ്പിച്ചില്ല. അവരന്ന് നോമ്പെടുത്തതുമില്ല. അങ്ങനെ വെളിയങ്കോട് നോമ്പുണ്ട്, പൊന്നാനിയിൽ നോമ്പില്ല. അതിന്റെ അതേ ആ ഖാദിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ, ഈ ഖാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട? ചിലർ ചിലപ്പോൾ ചോദിക്കും, ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് ഖാദി പറഞ്ഞാൽ എന്തായിട്ടുണ്ട്? വളരെ വ്യക്തമല്ലേ? അത് വളരെ വ്യക്തമല്ലേ? ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം. നമ്മളെ ഒരു സ്ഥാപനമുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു സ്ഥാപനം. ശരീഅത്ത് കോളേജിന് ഒരു നിയമമാണ്, ദേവാ കോളേജിന് ചിലപ്പം വേറൊരു നിയമമാണ്. ദേവാ കോളേജിലെ കുട്ടികൾ അതെന്താ ശരീഅത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ശരീഅത്ത് കോളേജിലെ കുട്ടികൾ അതെന്താ ദേവാ കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമമാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോൾ അവിടെ ഫീസ് അടക്കണം. അപ്പൊ എന്താ അത് നിങ്ങൾക്ക് ഫ്രീ ആയിക്കൂടെ എന്നൊരുത്തം ചോദിക്കാൻ പാടില്ല. അവിടുത്തെ നിയമം വേറെയാണ്. ഇക്കോളിന് വേറൊരു നിയമമാണ്. ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ്. അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമമാണ്. ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ്. ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ല എന്നല്ലാതെ വേറെന്ത് പറയാനാ? അപ്പൊ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ചു. വെളിയങ്കോട് നോമ്പായി. അതേ സമയത്ത് പൊന്നാനി ഖാദി ഉറപ്പിച്ചില്ല. ഒരു പുഴേന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മളെ ചെറിയ ഒമ്പളവും കുറ്റിയാടി എന്ന് പറയും പോലെയാണ്. പാലം പിന്നെ കെട്ടിയതാ, അന്ന് പാലമൊന്നുമില്ല. ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലമില്ല, പിൽക്കാലത്താ പാലം പറഞ്ഞു. ഞാൻ തോണിപ്പോയി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അങ്ങനെ രണ്ടു കൂട്ടരും 2 നിലക്ക് മാസം ഉറപ്പിച്ച് 2 നിലക്ക് നോമ്പായി. ഇത് റമദാൻ നോമ്പാണ്, ആശൂറയൊന്നല്ല. ആശൂറായിന് പിന്നെ തീരെ വിഷയമില്ല. കാരണം ഒരാൾ ആശൂറായി തീരുമാനിച്ചു, ഒരു ഖാദി ഒരു ദിവസം തിങ്കളാഴ്ച, വേറൊരാൾ ഞായറാഴ്ച. ഒരു പ്രശ്നമില്ലല്ലോ, ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ, എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ. അപ്പൊ എന്തായി, തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കൽ സുന്നത്താണ്. പിന്നെ ആശൂറായിന്റെ പിറ്റേ ദിവസം മുഹറം 11 നോമ്പെടുക്കലും പ്രത്യേകം സുന്നത്താന്ന് ഫത്വൽ മുന്നിലുണ്ട്. അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറാകുമ്പോൾ മറ്റേക്ക് മുഹറം 11 എന്തായാലും സുന്നത്താണ്. തിങ്കളാഴ്ച എന്റെ നോമ്പുകായി, മുഹറം 11 നോമ്പുകായി, പിന്നെ ഒരു കൂട്ടർക്ക് ആശൂറയായി. എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ്? അതേപോലെ തന്നെ താസുവായിന്റെ നോമ്പ് സുന്നത്താ. താസുവായിന്റെ നോമ്പ് തന്നെ മുഹറം 9 നോമ്പ് സുന്നത്താ. അപ്പൊ മറ്റവർക്ക് ആശൂറയായില്ലെങ്കിലും 9 നോമ്പെടുക്കൽ സുന്നത്താണല്ലോ. അവർക്കും നല്ലതായി, താസുവായിന്റെ നോമ്പായി. അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറയായി, മറ്റേ താസുവായി. നോമ്പിന് വ്യത്യാസമൊന്നുമില്ല. റമദാൻ പോലെയല്ല. റമദാനിന് പിന്നെ ശക്കിന്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അങ്ങേ തലക്കത്തും പെരുന്നാളിന്റെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ആശൂറായിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ മുഹറത്തിൽ എന്തായാലും ഫുള്ള് നോമ്പെടുത്താനല്ലോ, 30 ദിവസം എടുത്താൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശമില്ല. നോമ്പങ്ങ് എടുത്താൽ മതി. എടുക്കുന്ന കൂടിപ്പോന്ന് പേടിക്കേണ്ടിയില്ല. നെയ്യേറിയോണ്ട് അപ്പം പെടക്കാവുന്നില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്ന ഈ റമദാൻ മാസമാണിത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നോമ്പുറപ്പിച്ചിരിക്കുന്നത്, പൊന്നാനിയിൽ നോമ്പില്ല. അപ്പൊ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവും പൊന്നാനി ഖാദിയും തമ്മിൽ നിങ്ങൾ തർക്കമുണ്ടോ? തർക്കമൊന്നുമില്ല, ഒരൈക്യത്തിൽ തന്നെയാണ്. ഐക്യത്തിന് കുറവൊന്നുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളോട് മെന്നാന്ന് പത്രക്കാരി ചോദിച്ചു, നിങ്ങൾ സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ? ഉസ്താദിന് ഐക്യത്തിലാണല്ലോ. അതെ, അതുകൊണ്ടല്ലേ എല്ലാവരും 100-ാം വാർഷികം കൊണ്ടാടുന്നു. അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ്. സമസ്തന്റെ 100-ാം വാർഷികവും അപ്പുറത്തെ സംഘടനയും കൊണ്ടാടുന്നു, ഞങ്ങൾ കൊണ്ടാടുന്നത് ഐക്യത്തിലായതുകൊണ്ടല്ലേ. ഐക്യത്തിലല്ലേ പിന്നെ 2 കൂട്ടരും കൊണ്ടാടൂലല്ലോ. അപ്പോ ഐക്യത്തിൽ തന്നെയാണ്, ഐക്യത്തിന് കുറവൊന്നുമില്ല. നമ്മളെ ഈ വേളത്ത് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് അവിടുന്ന് അഹമ്മദ് മുസ്ലിയാർ പ്രസംഗിച്ചിരുന്നു. നമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട്. ആ മദ്രസയിൽ സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആണ്. അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസമുണ്ട്, മദ്രസ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല. കാരണം അത് വേറൊരു സിലബസാണ്, ഇത് വേറൊരു സിലബസാണ്. തർക്കമൊന്നുമില്ലല്ലോ. സാധാരണ ഇല്ലേ, അവിടെ ഒരു കച്ചവടം ഉണ്ട്. ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ്. ഇവിടെ ഒരു കച്ചവടം ഉണ്ട്, മീൻ കച്ചവടം. രണ്ടും ആവശ്യം തന്നെയല്ലേ ഈ എന്ന് പറഞ്ഞ മാതിരി. അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ. അതൊരു ഭിന്നിപ്പുമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്.
ഏതായിരുന്നാലും ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ച് നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു. പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം മുമ്പേ, അതേ സമയത്ത് വെളിങ്കോട്ടുകാരെ സംബന്ധിച്ച് റെഡിയാണ്. ആ ഉമർ ഖാദിക്ക് 10 ദിവസം വയലുണ്ട് പൊന്നാനി പള്ളിയിൽ. പൊന്നാനിയിൽ റമദാന്റെ അവസാനത്തെ 10 ദിവസം ഉമർ ഖാദിന്റെ വയലാ. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വയല് പറഞ്ഞു. അങ്ങനെ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു 30 റമദാൻ 30. അപ്പൊ പൊന്നാനിക്കാർക്ക് 29 ആയിട്ടുള്ളൂ. അപ്പൊ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കരിച്ച് അല്ലാഹു അക്ബർ 30 പിന്നെ പെരുന്നാളായില്ലേ, തക്ബീറൊക്കെ കേൾവി. അപ്പൊ പൊന്നാനിക്കാർ കുറെ ആൾക്കാർ നിങ്ങൾ അക്കരെ പോയിട്ടല്ലേ എല്ലണ്ടി, ഇവിടുന്ന് എല്ലാം പറ്റുമോ, ഇവിടെ ഇപ്പൊ മാസം കാണാണ്ട് എല്ലാം പറ്റുമോ? അപ്പൊ ഉമർ ഖാദിർ എല്ലാവരും മുറ്റത്തിറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എല്ലാവരും ഒന്നായിട്ട് ഇല്ലല്ലോ ചേച്ചി, അല്ലാഹു അക്ബർ ഒന്നായിട്ട് തക്ബീറിയല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ ഖാദിമാരും മുൻഗാമികളായ ആലിമ്യങ്ങളെ പഠിപ്പിച്ചത്. ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ഓരോ ഖാദിമാർക്ക് ആ ഖാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം. അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ഖാദിമാരെ ആക്ഷേപിക്കാനൊന്നും പാടില്ല. ഇരിക്കട്ടെ, നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ഗീബത്തും നമീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അധപ്പതിച്ചു പോകാൻ പാടില്ല.